നമസ്തേ, നമസ്കാരം. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ സ്കൂളുകളുടെ മതിലുകൾ പൊളിക്കുന്നതെന്തിന് എന്ന് ഹൈക്കോടതി. പറ്റിപ്പോയെന്നും പുനർനിർമ്മിക്കുമെന്നുമായിരുന്നു സർക്കാർ അഭിഭാഷകന്റെ പ്രതികരണം. ഇതിനായി പൊതുഖജനാവിൽ നിന്നല്ലേ പണം ചെലവഴിക്കുന്നത് എന്ന ദേവസ്വം ബെഞ്ചിൻ്റെ തുടർ ചോദ്യങ്ങളിൽ നിന്നും ഗവൺമെൻറ് പ്ലീഡർ ഒഴിഞ്ഞുമാറി. കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നവകേരള സദസ്സ് നടത്തുന്നതിൻ്റെ ഭാഗമായി മതിൽ പൊളിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വിമർശനം. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, മതിലുകൾ പൊളിക്കുന്നത് എന്തിന്? BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MK ഹരിദാസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ഹരിദാസ്, പെരുമ്പാവൂർ, മാവേലിക്കര ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നവകേരള സദസ്സിനായി സ്കൂൾ മതിലുകൾ പൊളിച്ചിട്ടുണ്ട്. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി തുടർന്നും ഇത്തരത്തിൽ മതിലുകൾ പൊളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. 50 കോടി രൂപയൊക്കെ ചെലവഴിച്ച് നവോത്ഥാന മതിൽ പണിതവ, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമാവണം എന്ന മുദ്രാവാക്യം സദാ മുഴക്കുന്നവ എന്തുകൊണ്ടാവും നശീകരണ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത്? നശീകരണ പ്രക്രിയ പറഞ്ഞ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശീലമായിട്ടുള്ള പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. കാരണം 2005 വിവരാവകാശ നിയമം വന്നത് മുതലേ ഈ ഹർത്താലുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ വരുത്തിയ നാശനഷ്ടത്തിൻ്റെ ഒരു കണക്കിൻ്റെ ഒരു പുസ്തകം തന്നെ എൻ്റെ കയ്യിലുണ്ട്. അത് ആ നഷ്ടം ഹർത്താൽ നടത്തിയവരിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ 3-4 കേസ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ലവൻ്റെ മുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശീലമാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. അതിപ്പോൾ എന്നേക്കാൾ ഒരു പത്രപ്രവർത്തകനായ താങ്കൾക്കും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന B. ഗോപാലകൃഷ്ണനും ഇടതുപക്ഷ സഹയാത്രികനായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തിക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിനെ നമ്മൾ ഒരു മതിൽ പൊളിക്കുന്ന വിഷയത്തിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള പറഞ്ഞൊരു വലിയൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുമാറാണ് ഈ നവകേരള സദസ്സ് മുൻപോട്ട് 14 ജില്ലകളിൽ ഇപ്പോൾ ഒരു 8 ജില്ലയേറ്റ താണ്ടിയിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. തുടക്കം മുതൽക്ക്, അതായത് കാസർഗോഡ് നിന്ന് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ വിവിധ കാരണങ്ങളാൽ, വിവിധ പരാതികളാൽ ഈ നവകേരള സദസ്സിൻ്റെ ശോഭ നിത്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത്, എന്തിനാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം പോലും ഇത് പ്രഖ്യാപിച്ചവർ മറന്നിട്ടാണ്. മിനിഞ്ഞാന്ന് തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന ഒരു MLA അങ്ങേയറ്റം ശാസിച്ചുകൊണ്ടും, നമ്മൾ പറയില്ലേ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ചൊറിനായ്ക്കളോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള അപമര്യാദയായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചതും നമ്മൾ കണ്ടത്. അപ്പോൾ എന്തിനായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരാതി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നീടാണ് അതിന് ഡൈവേർഷൻ കൊടുത്തിട്ട് ഭാവിയിൽ 25 വർഷത്തെ കേരളം എങ്ങനെയാകണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. എന്തിനാ 25 വർഷത്തെ? നമുക്ക് 2026 ഈ സംസ്ഥാന സർക്കാർ ഭരണം വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താകും എന്നതറിയാനാണ് ജനങ്ങൾക്ക് ഉത്കണ്ഠയുള്ളത്. കാരണം അത്രത്തോളം മുച്ചൂടും മുടിച്ചു കഴിഞ്ഞ് ദൂർത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ എന്നുള്ള വസ്തുത ജനങ്ങൾക്കറിയാം. അതിൻ്റെ കേടുപാടുകൾ, അതിൻ്റെ ഡാമേജസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഇറങ്ങി തിരിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് വെളുക്കാൻ തേച്ചത് പാണ്ടായി. പണ്ട് അരയന്നത്തിൻ്റെ നടത്തം പഠിക്കാൻ പോയിട്ടുള്ള ഒരു കിളിയുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ ഞാൻ പറയുക ചവിട്ടിലെ കിളിയിലാണെന്ന് പറയുക. ആ കിളി ചാടിയിട്ടാണ് നടക്കുക. അത് സാധാരണഗതിയിൽ നടന്നിരുന്നൊരു കിളിയാണ്. അതിനെ അരയന്നം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കി അതിൻ്റെ പിന്നാലെ നടന്ന് സ്വന്തം നടത്തം മറന്നുപോയി. അതുകൊണ്ട് കർത്തവ്യം എന്താണ്, ഈ നവകേരള സദസ്സിൻ്റെ കർത്തവ്യം എന്താണെന്നുള്ള കാര്യം മറന്നുപോയിട്ടുള്ളവരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇന്നത്തെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും. നമുക്ക് ഈ തൊമ്മിമാരെ ഇഷ്ടമാണ്, വിധേയൻ സിനിമയിലെ തൊമ്മിമാരെ നമുക്ക് ഇഷ്ടമാണ്. കാരണം തൊമ്മിമാർ പറയുന്നത് ഭാസ്കര പട്ടേലരുടെ സെൻറ്റിൻ്റെ മണത്തെക്കുറിച്ചിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഭാസ്കര പട്ടേലരുടെ സെൻറ്റിന് മാത്രമേ ലോകത്ത് മണമുള്ളൂ എന്ന് പറയുന്ന നിലയ്ക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഉപജാപക വൃന്ദം മാറിയത് ആലോചിച്ചിട്ടാണ് നമുക്ക് വിഷമമുള്ളത്. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് നാളെ
ദർശിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വരുമെന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ നികുതിപ്പണം ശമ്പളമായിട്ട് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന മന്ത്രിമാർ മാറി എന്ന് പറയുമ്പോൾ ഇതൊരു ധാർമ്മിക അപച്യുതിയാണ്. നമ്മുടെ സംസ്ഥാനം ഇത്രയേറെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ഗതികേട് വന്നു എന്നാണ് ആലോചിക്കുന്നത്. ഒരു മന്ത്രിയായിരുന്ന വ്യക്തി, 2 പ്രാവശ്യം മന്ത്രിയായിരുന്ന വ്യക്തി പറഞ്ഞു, ഈ ബസ് നാളെ മ്യൂസിയത്തിൽ വെച്ചാൽ ഈ EWC അഴിച്ചിട്ട് മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വരും, അത് തൊട്ട് തലോടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല. പക്ഷേ മിനിഞ്ഞാന്ന് ഈ മന്ത്രി പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ പറഞ്ഞത് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കേണ്ട അവസ്ഥയായി. അനിൽ നമ്പ്യാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ ഒരു കോടതിയിലും ഒരു സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അഭിഭാഷകൻ ഇത്രയും നാണം കെട്ട ഒരു വാക്ക് ഉപയോഗിക്കേണ്ട ഗതികേട് വരുത്തിയത് ഈ സർക്കാരാണ്. പറ്റിപ്പോയി, ക്ഷമിക്കണം. ആ ഒരു വാക്കിലൊതുങ്ങി. കേരള ഹൈക്കോടതി ഈ നവകേരള സദസ്സിൻ്റെ അല്ലാതെ തന്നെ കഴിഞ്ഞ 7.5 വർഷമായിട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ എന്തെല്ലാം ചെയ്തികളെ അങ്ങേയറ്റം വിമർശിക്കുകയും അങ്ങേയറ്റം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മാത്രവുമല്ല, ഇന്ന് ചോദിച്ച ചോദ്യം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ നികുതിപ്പണമല്ലേ? സർക്കാരിനെ നികുതി നോട്ടടിക്കാനുള്ള അവകാശമില്ല. ഇത് ജനങ്ങളിൽ നികുതിയായി അടയ്ക്കുന്ന പൈസ എടുത്തിട്ടല്ലേ ഇതിൻ്റെയൊക്കെ ക്രയവിക്രയം. അത് പറയുമ്പോഴാണ് ശ്രീ അനിൽ നമ്പ്യാർ ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മുടെ കാനം രാജേന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിലെ 3 നവകേരള സദസ്സിൻ്റെ വേദികൾ പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഇന്നലെ ഒരു പ്രമുഖ പത്രത്തിലെ അതിൻ്റെ സംഘാടകർ വിലപിക്കുന്ന വാക്കുകൾ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ 1 കോടി രൂപയാണ് ഒരു പന്തലിന് ചെലവായത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അവരെ അലട്ടുന്ന പ്രശ്നം ഇനിയും അദ്ദേഹം ഈ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ 3 സ്ഥലങ്ങളിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കും. എന്താണ് ഈ പ്രസംഗിക്കുന്നത്? ഒരു സ്ഥിരം ഞങ്ങളുടെ നാട്ടിൽ കർക്കിടക മാസം 1-ാം തീയതി പാണൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരെന്ന് ഉയർന്ന ജാതിക്കാർ പറയുന്ന, ഞാനവരെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നില്ല, അവർ ഒരു ചടങ്ങ് നടത്താറുണ്ട്. രാവിലെ വന്നിട്ട് കർക്കിടക മാസത്തിലെ 3-ാം രാവ് തുടങ്ങുന്ന സമയത്ത് വന്നിട്ട് അടിയാറുകൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുമ്പോൾ ഒരു ഉടുക്കു കൂട്ടിയിട്ട് പാടി ഉണർത്തുക, തുകിലുണർത്തുക എന്നാണ് അതിന് പറയുക. അതിനൊരു സ്ഥിരം പാട്ടാണ്. എൻ്റെ വീട്ടിൽ പാടിയ പാട്ട് തന്നെയാണ് അനിൽ നമ്പ്യാരുടെ വീട്ടിലും പാടുക, മറ്റു വീട്ടിലും. എന്താണ് ഈ നവകേരള സദസ്സിൽ ഇപ്പം അദ്ദേഹം പറയുന്നത്? ഞങ്ങൾ പരാതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല തോമസ് ചാഴിക്കാടനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്. ഞങ്ങൾ പരാതി സ്വീകരിക്കാൻ, ജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കാനോ മണ്ഡലത്തിൻ്റെ വികസനങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല ഈ പരിപാടി. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടതായിട്ടുള്ള തുക കൊടുത്തില്ല. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഞെക്കിപ്പിഴിയുന്നു. ഇതൊരു തുകിലുണർത്തുപാട്ട് പോലെ ഈ 140 നിയോജക മണ്ഡലങ്ങളിലും പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ്? ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പരിവാരവും സന്ദർശിക്കുന്നതിനെ നമുക്ക് വാനോളം പുകഴ്ത്താം. 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ഏറ്റവും ചുരുങ്ങിയത് പിരിച്ചെടുക്കാൻ പോകുന്നത് 1 കോടി രൂപയാണ് സഹകരണ സംഘങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും. ഈ 140 കോടി രൂപയിൽ 70 കോടി രൂപ തങ്ങളുടെ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ, തങ്ങളുടെ ബസ്സിന് വേണ്ടി ചെലവഴിക്കട്ടെ, തങ്ങളുടെ EWCക്ക് വേണ്ടി ചെലവഴിക്കട്ടെ, പാദസ്പർശമേറ്റ മണ്ണ് പരിപാവനമായി കാത്തു സൂക്ഷിക്കാൻ ചെലവഴിക്കട്ടെ. ബാക്കി 70 കോടി രൂപ കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയാൻ ഈ സർക്കാരിനായി കഴിഞ്ഞാൽ നമുക്കും ഈ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾ വെറുതെ ഇരുന്ന് 7.5 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇത്തരത്തിലൊരു കാര്യമെങ്കിലും ചെയ്തോ? അതാണോ ഇവിടെ നടക്കുന്നത്? പൗരന്മാരെ 2 തരത്തിലാക്കിയ ഒരു പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. പൗരമുഖ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം, പൗരമുഖ്യരല്ലാത്തവർക്ക് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞ് ജനങ്ങളെ 2 തട്ടിലാക്കി. ഈ പൗരമുഖ്യരുമായിട്ടുള്ള ചർച്ചയും അതുമായിട്ടുള്ള അവരോടുള്ള സംസാരവും മീറ്റിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതായിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ ഈ പ്രമുഖരുമായിട്ട് സംസാരിക്കാനുമല്ല, പാവപ്പെട്ടവൻ്റെ അവിടെ നിന്ന് പരാതി സ്വീകരിക്കാനുമല്ല, ഈ ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞ നാടൻ ഭാഷയിലുള്ള ഒരു ട്രോളാണ് എനിക്കത് കാണുമ്പോൾ തോന്നുന്നത്. അവിടേക്ക് 10 സാധാരണക്കാരെ, ഈ 300-400 പൗരപ്രമുഖരും ഈ മന്ത്രിമാരും ഈ 16 കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്തേക്ക് അവിടെ വന്ന് ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവരായ 10 പേരെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള സന്മനസ് കാണിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇല്ല. 3,56,000 പരാതികൾ 3 ദിവസത്തിന് മുമ്പ് ഈ സർക്കാരിൻ്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് പറയുന്നു. 14,500 പരാതികൾക്ക് മാത്രമാണ്
ഭാഗികമായിട്ടെങ്കിലും നടപടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ പരാതി എവിടെയോ ചവിറ്റുകോട്ടയിൽ കിടക്കണ കണ്ടു എന്ന് പറയുന്നു. എല്ലാവർക്കും ടിപ്പിക്കലായിട്ടുള്ളൊരു കാർഡ് വരുന്നുണ്ട് മറുപടി. ഈ മറുപടി വരലൊക്കെ എന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. 10-20 കൊല്ലം മുമ്പ് തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പരാതി അയച്ചാൽ അതിനവിടെ ഒരു ക്ലർക്ക് ഉണ്ട്. ആ ക്ലർക്ക് പ്രിന്റഡ് കാർഡാണ്. അതിൽ 1-2 സ്ഥലത്ത് പൂരിപ്പിക്കുകയേ വേണ്ടൂ. താങ്കളുടെ പരാതി ഇവിടെ കിട്ടിബോധിച്ചു, ഞങ്ങൾ പരിശോധിച്ചു വരുന്നു. അത്തരത്തിലുള്ളൊരു കാർഡ് ലഭിക്കാൻ വേണ്ടിയിട്ടാണോ ഈ 140, 250, 500 കോടി രൂപ ചെലവാക്കിയിട്ട് ഈ ഒരു പരാതി ഈ ഇത്തരത്തിലൊരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടാൻ പോകുന്നത്? ഈ അടുത്ത 2.5 വർഷം കൂടി ഈ സർക്കാർ ഭരിച്ച് ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായി തീരുമെന്നറിയാൻ വളരെയധികം ഉത്കണ്ഠയോടെ നിൽക്കുന്ന ഒരു ജനത്തോടാണ് എന്ത് പറയുന്നത്. ഞങ്ങൾ 25 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളത്തിന്റെ നവോത്ഥാനത്തെ കുറിച്ചിട്ട്, കേരളത്തിന്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കാനാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഈ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ശരാശരി 7000 കുട്ടികൾ ഒരു മാസം ഇവിടെ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പകുതിയിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതിന് ഉത്തരവാദി ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ: ഈ സർക്കാരാണ് അതിന് ഉത്തരവാദി. ഇപ്പൊ എനിക്കിന്നൊരു വേറൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ വിദേശത്ത് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രവാസ ജീവിതം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്ത് മുടന്ത ന്യായങ്ങളും നമുക്ക് നിരത്താം. പ്രവാസ ജീവിതം ഇഷ്ടപ്പെടുന്നു, വിദേശ രാജ്യങ്ങളിലെ ജീവിത രീതി ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട് അവർ സ്വന്തം നാടിനെ വെറുത്ത് വിദേശത്തേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരളം ഭരിക്കുന്ന സർക്കാരാണ്. ഇവിടെ ഇൻഫോ പാർക്ക് ഉണ്ട്, ടെക്നോ പാർക്ക് ഉണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന, എഞ്ചിനീയറിംഗ് പാസ്സായി ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഒരു കുട്ടി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് മെറിറ്റിലല്ലാണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു 3-4 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ആ കുട്ടിക്ക് കൃത്യമായൊരു ശമ്പളം IT കമ്പനികളിൽ നിന്നും ഉറപ്പിച്ച് വാങ്ങിക്കൊടുക്കാൻ ഈ സമരം ചെയ്ത് കേരളത്തിൻ്റെ വികസനം മുരടിപ്പിച്ച് ഇവരെ കൊണ്ട് ആകുന്നില്ല എന്ന് പറയുമ്പോൾ, അനിൽ നമ്പ്യാർ, എന്താണ് ഇവിടെ നടക്കുന്നത്? കോടതി ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് കോടതി ഇനിയും ചോദിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരു 6 ജില്ലകളും ഏകദേശം പകുതിയിലേറെ നിയോജക മണ്ഡലങ്ങളും താണ്ടുമ്പോൾ ഈ നമ്മൾ പറയില്ലേ, സ്തുതിപാഠകരായ 20 മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായ തരങ്ങൾ ഞാൻ അറിയുന്നില്ല എന്ന മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ മൗനം അദ്ദേഹം വെടിയണം. തീർച്ചയായും വെടിയണം. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, ഞാനൊരു സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കമ്മ്യൂണിസ്റ്റാണ് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറയണം: ഈ ആർഭാടങ്ങൾ നിർത്തണം, നിങ്ങൾ ഈ പറയുന്ന ചീപ്പായ വാചകങ്ങൾ നിർത്തണം, എൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് നാളെ പവിത്രമായി പരിപാലിക്കേണ്ടതാണ് എന്നുള്ള ഇത്തരം വാചകങ്ങൾ നിർത്തണം, നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കല്ല എന്ന് പറയണം. പക്ഷേ നിലവിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സ്തുതിപാഠക വൃന്ദത്തിൻ്റെ ഈ പുകഴ്ത്തലുകളിൽ നമ്മൾ പറയില്ലേ, അധികാരം മനുഷ്യനെ മതോന്മത്തനാക്കും എന്നുള്ളൊരു ചൊല്ലുണ്ട്. ആ മതോന്മത്തനാക്കിക്കൊണ്ട് അദ്ദേഹം സുഖിച്ച് കഴിയുന്നത് കാണുമ്പോൾ നമുക്ക് ഇപ്പം തോന്നുന്നത് ദയനീയാവസ്ഥയാണ്. എന്തുകൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഇങ്ങനെയായി എന്ന കാര്യത്തിൽ വളരെയധികം പരിതാപകരമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളം മുൻപോട്ട് പോകുന്നത്, കേരളത്തിൻ്റെ നവകേരള സദസ്സ് മുൻപോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് മുജീബ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നവകേരളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശീകരണമാണോ? ഇന്ന് നവകേരള സദസ്സിൻ്റെ നടത്തിപ്പിനായി സ്കൂൾ മതിലുകൾ എന്തിനാണ് പൊളിക്കുന്നതെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ചോദിച്ചത്. അതിന് സർക്കാർ അഭിഭാഷകൻ നൽകിയ മറുപടി പറ്റിപ്പോയി എന്നാണ്. പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ തെറ്റ് പറ്റിപ്പോയി, തെറ്റ് സംഭവിച്ചു, ഞങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഈ പുനർനിർമ്മാണത്തിന് പൊതുഖജനാവിൽ നിന്നല്ലേ പണം ചെലവഴിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം അതിങ്ങനെ നിർമ്മിക്കാനും പൊളിക്കാനും വേണ്ടിയുള്ളതാണോ? ശ്രീ അനിൽ നമ്പ്യാർ, കേരളത്തിന്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ഭരണ സംവിധാനവും ആ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് കാണുവാനും കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ അടുത്തറിയുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുമായിട്ട് ഒരു സംരംഭം ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ഏകദേശം മധ്യ കേരളം കഴിഞ്ഞ് ഇന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. താങ്കളൊന്ന് ആലോചിച്ചു നോക്കുക. ആയിരക്കണക്കിന് പരാതികൾ ഇവിടെ കിട്ടിയെന്നുള്ള കാര്യം താങ്കളടക്കമുള്ളവർ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്തിൽ ഇപ്പോൾ ജനജീവി നടത്തുന്ന ഈ ചർച്ച, നിങ്ങൾ നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് BJPയോട് ചായവുള്ള ഒരു ചാനൽ തന്നെയാണ്, സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ നിങ്ങൾ പൊക്കോട്ടെ, മറ്റ് ദിനപത്രങ്ങൾ അടക്കമുള്ളവർ, മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഇന്നേ വരെ നവകേരള ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഈ നവകേരള സദസ്സിനെ കുറിച്ച്
അതിന്റെ നന്മയെക്കുറിച്ച് ഇന്നേ വരെ ഒരു പോസിറ്റീവായിട്ട് ഒരു വരി എഴുതാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ എന്ത് നന്മയാണ് അഡ്വക്കേറ്റ് മുജീബ് അതുകൂടെ പറ. എന്ത് നന്മയെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്? പറ. അതെ, ഞാനൊന്ന് അങ്ങയോട് പറഞ്ഞോട്ടോ. അങ്ങ് ഇതുവരെ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒന്നും ഇടപെട്ടിട്ടില്ലല്ലോ, ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു, നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കുറെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഇത്രയും അധികം ജനമനസ്സുകളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് സ്ഥാനം പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ കേരളം ആകെ ഇളകി മറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ട ചില സംഭവ വികാസങ്ങളുമായി നിരന്തരം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആദ്യം താങ്കൾക്കറിയാമല്ലോ, ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടായി, കുട്ടികളെ നവകേരള സദസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാമർശമുണ്ടായി. താങ്കൾ കഴിഞ്ഞ ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് താങ്കൾ വായിച്ചതായിട്ട് കാണും. ആ ഉത്തരവിനകത്തിൽ പറയുന്നത് എന്താണ്? ശബരിമലയിൽ വേണമെങ്കിൽ സ്കൂളിൽ നിന്നുള്ള NCC കേഡറ്റുകളെ അടക്കം വിനിയോഗിക്കാം എന്നൊരു വാചകം കേരള ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ ശബരിമല അത്തരത്തിലുള്ള മേഖലകളിലേക്ക് വേണമെങ്കിൽ സ്കൂൾ കുട്ടികളെ അയക്കാം. പക്ഷെ ഇവിടെ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു പരിപാടി നടക്കുമ്പോഴേക്കും ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്ന് കാണുവാനോ മുഖ്യമന്ത്രിയെ ഒന്ന് അഭിവാദ്യം ചെയ്യുവാനായിട്ടോ ഇറങ്ങിത്തിരിപ്പിക്കുന്നത്, അവരെ ഒന്ന് ഇറക്കുന്നത് അല്ലെങ്കിൽ അവർ വരുന്നത് വളരെ നിർബന്ധപൂർവ്വം വെയിലത്ത് നിർത്തിപ്പിച്ചതിനെയാണ് ഹൈക്കോടതി വിമർശിച്ചത്. നിർബന്ധപൂർവ്വം കുട്ടികളെ പുറത്തിറക്കി, സ്കൂളിന് പുറത്തിറക്കി വെയിലത്ത് നിർത്തിയതിനെയാണ് ഹൈക്കോടതി വിമർശിച്ചത്. അതെ, എല്ലാ വർഷവും ബാലഗോകുലത്തിന്റെ ഘോഷയാത്ര നടത്താറുണ്ടല്ലോ. ആയിരക്കണക്കിന് കുട്ടികളെയല്ലേ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ നിങ്ങൾ വെയിലത്ത് നിർത്തിക്കൊണ്ട് ശ്രീകൃഷ്ണന്റെ വെയിലത്തല്ല, വൈകുന്നേരമാണ്. അതെ, ആയിക്കോട്ടെ, വൈകുന്നേരമാണെങ്കിലും വെയിലത്താക്കട്ടെ. അതേ, കുട്ടികളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ, കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് ഏത് മതത്തിലായിട്ടാണ്? ഇസ്ലാം മതത്തിലുണ്ട്, അതേപോലെ തന്നെ ക്രൈസ്തവ മതത്തിലുണ്ട്. എല്ലാ മതക്കാരും ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘോഷയാത്ര നടത്തുന്നുണ്ട്. ഇതിനെതിരെ 1-ാം പേജിൽ വാർത്ത എഴുതിയ മലയാള മനോരമ ദിനപത്രത്തിന്റെ ബാലദിനസഖ്യത്തിന്റെ പരിപാടികളിൽ അവര് അകത്തെ പരിപാടികളിലെ വാർത്തയ്ക്കകത്ത് ബാലദിനത്തിന്റെ ഈ ബാലദിനസഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ ഘോഷയാത്രയുടെ പണം തന്നെ ആ വാർത്ത വന്ന 1-ാം പേജിൽ ഹൈക്കോടതിയുടെ വാർത്ത വന്ന ദിവസം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിരോധാഭാസമാണ്. അതുകൊണ്ട് ഇവിടെ ഭരണകൂടം ഒന്നടങ്കം ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില രീതിയിലൊക്കെ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത രീതിയിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ചില ജഡ്ജിമാരെ കൊണ്ട് നടത്തിച്ചുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഇടതു വിരുദ്ധ കാട്ടിക്കൂട്ടുന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ പോസിറ്റീവായി കാണുവാൻ നവകേരള സദസ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ, നിങ്ങൾ കിഫ്ബിയെ എതിർത്തവരാണ്. കിഫ്ബി എന്ന് പറയുന്നത് അഴിമതിയാണെന്ന് പറഞ്ഞവരാണ്. ഇന്ന് കേരളത്തിലെ 40 പ്രതിപക്ഷ നേതാക്കന്മാരുടെയും പ്രതിപക്ഷ MLA-മാരുടെയും മണ്ഡലത്തിൽ കിഫ്ബി കൊണ്ട് കോടിക്കണക്കിന് രൂപയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസാല ബോണ്ട് ഇറക്കിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ആദ്യം സ്റ്റേ മേടിക്കുകയും പിന്നീട് ആ സ്റ്റേയിൽ നിന്ന് തിരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കൊണ്ട് സമൻസ് അയപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് അറിഞ്ഞിരിക്കുകയാണ്, ഇത് കേന്ദ്ര ഗവൺമെന്റിന് കിഫ്ബി ഇറക്കാം, കേന്ദ്ര സംവിധാനങ്ങൾക്ക് ഇത് ഇറക്കാം, പക്ഷെ സംസ്ഥാനങ്ങൾക്ക് പാടില്ല. കേന്ദ്രത്തിന് കടമെടുക്കാം, പക്ഷെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ പാടില്ല. ഇതെന്തൊരു വിരോധാഭാസമാണ്! എത്രമാത്രം കള്ളത്തരങ്ങൾ, എത്രമാത്രം വ്യാപകമായ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമല്ലോ. അല്ല, കടമെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി എന്താണ് അഡ്വക്കേറ്റ് മുജീബ് ഇവിടെ ചെയ്തത്? നിങ്ങൾ പറഞ്ഞു ഒരു നിമിഷം, നിങ്ങൾ പറഞ്ഞു ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതെന്ന്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സംവദിക്കുമെന്ന്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അടുത്ത് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ആരോ മന്ത്രിയെ നേരിട്ട് കണ്ട് പിന്നെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ കുത്തിന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, നേരത്തെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ്. പൗരപ്രമുഖർ, അവരുമായിട്ട് പ്രാതൽ കഴിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ചേട്ടാ, ആ പ്രഭാത ഭക്ഷണം അത് നോക്കൂ. അതേ നേരത്തെ പറഞ്ഞ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എന്തൊരു തീറ്റയാണ് ഇവരൊക്കെ. അത് കഴിഞ്ഞ് പോകുന്നു, വലിയ 1 കോടിയും 1.5 കോടിയൊക്കെ ചിലവഴിച്ച് വലിയ പന്തൽ കെട്ടി ആ പന്തലിൽ നിന്ന് പുരപ്പുറത്ത് കയറി പ്രസംഗം.
എന്താണ് ഈ പാവപ്പെട്ടവൻ എന്ത് നേട്ടം ഇതുകൊണ്ട്? മാത്രമല്ല, പരാതി സ്വീകരിക്കണമെങ്കിൽ പരാതി നേരിട്ട് സ്വീകരിക്കുന്നില്ല, അതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ പരാതി സ്വീകരിക്കണമെങ്കിൽ പരാതി ഏറ്റുവാങ്ങാൻ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ഇപ്പോൾ ജില്ലകളിൽ കലക്ടർമാരുണ്ട്, അതിൻ്റെ താഴെ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് കൊടുത്താൽ പോരെ? എന്തിനാ ഈ മന്ത്രിസഭ ഈ 1,05,00,000 ബസ്സിൽ ആ പറക്കും തളികയിൽ ഇങ്ങനെ ഊരു ചുറ്റേണ്ട ആവശ്യം എന്താ? ഇത് ആരെ കാണിക്കാനാണിത്? അല്ലേ അങ്ങനെ ഊരു ചുറ്റാൻ മാത്രം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കൂ. അനുദിനം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ തോന്നിയാസല്ലേ അഡ്വക്കേറ്റ് മുജീബ്? നിങ്ങൾ കേരളത്തിലൊരു പൗരൻ എന്നതിൽ നിങ്ങൾ രാഷ്ട്രീയം വിട്, കക്ഷി രാഷ്ട്രീയം മറക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇവരുടെ ഒരു പബ്ലിസിറ്റി. എന്നിട്ട് ഇതേപോലെ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ച പോലെ മുഖ്യമന്ത്രി സന്ദർശിച്ച ആ സ്ഥലം, ആ മണ്ണ്, അത് പരിപാവനമായി സംരക്ഷിക്കുന്നതൊക്കെ പറയാൻ ഇത്രയും ശുദ്ധമായിട്ട് ബോഷ്ക്ക് പറയുന്ന കുറേ പമ്പര വിഡ്ഢികൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാ ഈ ബസ് കാഴ്ച ബംഗ്ലാവിൽ വെക്കാം. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇതൊക്കെ ഈ വേലകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇതെന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലുള്ളവർ മണ്ടന്മാരാണെന്നാണോ? ചോദ്യം ചോദിച്ചിട്ട് ഞാൻ എനിക്ക് ആൻസർ പറയാനും കൂടെ പറ. ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾക്കറിയാമല്ലോ, കേരളം മാത്രമല്ല കടക്കണിയിൽ, കേരളത്തെക്കാളേറെ കടക്കണിയിലാണ് കേന്ദ്രം. താങ്കൾക്ക് അക്കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാള് കഴിഞ്ഞ വർഷം 2022 2022 ഏപ്രിൽ മാസമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം സന്ദർശിച്ചു. ഒറ്റ ദിവസമാണ് സന്ദർശിച്ചത്. ആ സന്ദർശിച്ച സംസ്ഥാനത്തിന്റെ പേര് ആസാം എന്നാണ്. അന്ന് അദ്ദേഹത്തിന് അകമ്പടി പോയത് 8,000 വാഹനമാണ്. 8,000 വാഹനത്തിന് അന്ന് ചെലവഴിച്ചത് 29 കോടി രൂപയാണ് ആസാം ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. ആസാം എന്ന് പറയുന്നത് കേരളത്തെക്കാളേറെ പിന്നോക്കം നിൽക്കുന്ന, കടക്കണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. താങ്കൾ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ മിസ്റ്റർ അനിൽ നമ്പ്യാർ? ഒരു നേതാവിന് വേണ്ടി 29 കോടി രൂപ, അതായത് 8,000 വാഹനങ്ങൾ സഞ്ചരിച്ചതിന് മാത്രം 29 കോടി രൂപ ആസാം ഗവൺമെന്റിന്റെ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വന്നു. എന്താണ് ഇതിന്റെ സ്രോതസ്? നിങ്ങളുടെ സ്രോതസ് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം. താങ്കൾ ഒരു കാര്യം ചെയ്യൂ. പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകരായിട്ടുള്ള പ്രശാന്ത് ഭൂഷണ് 2022 ഏപ്രിൽ മാസം അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കൂടി അദ്ദേഹം നടത്തിയിരുന്നു. ആ ട്വിറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിവാദങ്ങളുണ്ടായി. അന്ന് ആസാമിന്റെ മുഖ്യമന്ത്രി അത് നിഷേധിച്ചു. പക്ഷേ അതിനെതിരെ ഇന്നേ വരെ അത് കൃത്യമായി വിവരാവകാശ രേഖ അനുസരിച്ചുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ പുറത്തുവിട്ടു. 8,000 വാഹനങ്ങൾക്ക് 29 കോടി രൂപ ചെലവഴിച്ചു. അഴിമതിയാണെങ്കിൽ അങ്ങ് തന്റെ ഇടത്തോട് പറയേ, അത് ആസാം മുഖ്യമന്ത്രി കാണിച്ച തെമ്മാടിത്തരമാണെന്ന് പറയേ. താങ്കൾക്കറിയാമോ അന്ന് സന്ദർശിച്ചത് ആരാണെന്നറിയാമോ? താങ്കളുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഒറ്റ ദിവസം കൊണ്ട് 29 കോടി രൂപ 8,000 വാഹനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഞാൻ അങ്ങേക്ക് തെളിവ് സഹിതം തരാൻ തയ്യാറാണ്. അങ്ങയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി 2021 കോടി രൂപയാണ് 2014 മുതൽ 2018 വരെയുള്ള കാലയളവില് ലോകം സഞ്ചരിച്ചതിൽ 2021 കോടി രൂപയാണ് എഴുതി ചേർത്തത്. അങ്ങേക്കറിയാമല്ലോ, ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കർണാടകയിൽ അദ്ദേഹം ഒരു ദിവസം വന്നു വിമാനത്താവളം തുറക്കാനായിട്ട്. നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഭാരതത്തിന് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റുന്നത് അഡ്വക്കേറ്റ് മുജീബ്. അല്ല അത് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങ് കർണാടകയിലെ ഒരു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷിമോഗയിൽ വന്നത്, കഴിഞ്ഞ വർഷം അദ്ദേഹം വന്നത് 21 കോടി രൂപ അദ്ദേഹം ചെലവഴിച്ചത് ഒറ്റ ദിവസത്തിന് വരവിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ധാർവാഡിലേക്ക്. ഈ കണക്കുകളെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ അതിന്റെ സോഴ്സ് നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് വിവരാവകാശ നിയമപ്രകാരമാണോ നിങ്ങൾ എടുത്തതെന്ന് അറിയില്ല. ഇപ്പൊ കോടികളുടെ കണക്ക് ആർക്കും പറയാം. പക്ഷേ അതിന് ആധാരമായിട്ട് നിങ്ങളെ എന്ത് സ്രോതസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വിവരം ലഭിച്ചതെന്ന് കൂടി പറയണം. പറയാൻ തയ്യാറാണ്. അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അനിൽ നമ്പ്യാർ ഇട്ടിരുന്നു. അതായത് എറണാകുളത്തെ പന്തലിന് വേണ്ടിയിട്ട് 7,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന് വേണ്ടിയിട്ട് 10 കോടി രൂപയാണ്
ചെലവഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അങ്ങക്ക് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10 കോടി രൂപ 7000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന് വേണ്ടി 10 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞു? ശുദ്ധ കളവനെ. ആ വാർത്ത അങ്ങ് പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആ പന്തല് നിർമ്മിച്ച ആള് പറയുന്നുണ്ട് അതിന്റെ സ്ട്രക്ചറിന് 10 കോടി. അദ്ദേഹം പറഞ്ഞത് ആ പന്തൽ അദ്ദേഹം ഒപ്റ്റൈൻ ചെയ്യാൻ വേണ്ടി, അദ്ദേഹം വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന് ചെലവഴിച്ച തുകയുടെയാ പറഞ്ഞത്. പക്ഷെ അങ്ങ് ക്യാപ്ഷൻ കൊടുത്തത് എന്താണെന്ന് അറിയാമോ? ആ പന്തലിന് വേണ്ടി 7000 കോടി രൂപ മുടക്കിയെന്നാണല്ലോ പറയുന്നത്. 10000 കോടി രൂപ മുടക്കിയെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, അങ്ങനെ ഒരു 10,000 കോടി മുടക്കിയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 10 കോടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 10 കോടി പറഞ്ഞത് ആ പന്തല് നിർമ്മിച്ച ആൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ സ്ട്രക്ചറിന് 10 കോടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ, അഡ്വക്കേറ്റ് മുജീബ്, താങ്കൾക്ക് ഇതിനെക്കുറിച്ച്, താങ്കൾ ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, എന്നാ എത്ര ചെലവായി? അവിടെ കൊച്ചിയിൽ പന്തൽ നിർമ്മിക്കാൻ എത്ര ചെലവഴിച്ചു? ഇതുവരെയുള്ള പന്തൽ നിർമ്മാണത്തിനായി എത്ര ചെലവഴിച്ച് കാണും? പറയൂ. പറഞ്ഞു വരുന്നത് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റില് 10 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത്. നിങ്ങൾ 10,000 നേരത്തെ പറഞ്ഞത്, ഞാൻ എഴുതി 10,000. സോറി, അത് ക്ഷമിക്കുക. 10,000 എന്നുള്ളത് എനിക്ക് എത്തിയതാണ്. 7000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന് വേണ്ടി 10 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സാമാന്യമായി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി എത്ര ലക്ഷമാണ് ചെലവഴിക്കേണ്ടി വന്നതെന്നുള്ള കാര്യം താങ്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ല, പറയൂ, എത്ര ചെലവഴിച്ചു? മറൈൻ ഡ്രൈവിൽ ഉയർത്തിയ പന്തലിന് എത്ര കോടി ചെലവഴിച്ചു? പറ. അല്ല, അതിനെ സംബന്ധിച്ച് ഫ്രീ ആയിട്ട് ആരും കെട്ടിക്കൊടുത്തതല്ലോ. അല്ല, അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക. അതിന് കൃത്യമായ കണക്കുകൾ ഉള്ളതാണ്. ആ കണക്ക് കൃത്യമായി അവതരിപ്പിക്കും. അതിലൊരു കമ്മിറ്റിയുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും നവകേരള സദസ്സിന് വേണ്ടി കൃത്യമായ കമ്മിറ്റികളുണ്ട്. അത് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി കൂടിയിട്ടുള്ള കമ്മിറ്റികളാണ്. ആ കമ്മിറ്റിയുടെ വരവ് ചെലവുകൾ അവതരിപ്പിക്കും. അപ്പോൾ അങ്ങേക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 7000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന് 10 കോടി രൂപയല്ല അവിടെ ചെലവഴിച്ചത്. അത് കളവാണെന്ന് അങ്ങേക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. 10 കോടി രൂപ എന്ന് പറയുന്നത് കളവാണെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല. 10 കോടിയുടെ ഒരു സ്ട്രക്ചർ അതിനെക്കുറിച്ച് അത് പന്തലിന്റെ നിർമ്മാതാവ് തന്നെ പറയുന്നു. ആ പന്തലിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്താ? ആ പന്തല് വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലും പന്തലിടുന്ന ആളാണ്. ആ പന്തലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 10 കോടി രൂപ. അഡ്വക്കേറ്റ് മുജീബ്, ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോ കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു എന്നല്ലേ പറഞ്ഞേ? ഇത്രയും നിയോജക മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടത്താനായി കെട്ടിയ പന്തലിന് മാത്രം എത്ര കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക്, എത്ര ചെലവഴിച്ച് കാണും? അല്ല, അത് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും 10 കോടി കുറവായിരിക്കില്ലല്ലോ, ആണോ? ഇറങ്ങിച്ചെല്ലുന്ന പരിപാടിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്രയധികം 10,000 പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ അത്രയും പേർക്ക് മനോഹരമായി അവരെ ഇരുത്തുക എന്നുള്ളത് നമ്മുടെ മര്യാദയാണ്. ഇതേ സമയം അവിടെ പന്തലുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ചർച്ച എന്തുമായിരുന്നു? കൊടും വെയിലത്ത്, കോരി ചൊരിയുന്ന മഴയത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ നിലക്ക് നിർത്തിക്കൊണ്ട് അല്ല, ഈ പന്തല് കെട്ടി പ്രസംഗം നടത്തിയിട്ട് എന്താണ് സാർ ഇവിടുത്തെ സാധാരണക്കാരന്, കേരളത്തിലെ സാധാരണക്കാരന് എന്താണ് ലഭിച്ചതെന്ന് പറയൂ. കേരളത്തിലെ പാവപ്പെട്ടവരുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടായോ? ഇപ്പോ ഏകദേശം 4 ലക്ഷത്തോളം പരാതികൾ ലഭിച്ചു എന്ന് പറയുന്നു. നോക്കൂ, പിണറായി വിജയൻ ഇപ്പോ എത്ര വർഷമായി അദ്ദേഹം ഇവിടെ ഭരിക്കുന്നു? നോക്കൂ, ഇത്രയും പരാതികൾ ഉണ്ടാവണമെങ്കിൽ ഒരു സ്വയം പരാജിതനാണ് എന്ന് അദ്ദേഹം കൂടി അംഗീകരിക്കുകയല്ലേ? ഇത്രയും പരാതികളുടെ പ്രവാഹമാണ്. ഇദ്ദേഹം 7 വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും ആളുകൾക്ക് പരാതികൾ, അതിന് പരിഹാരവുമില്ല. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് ഇറങ്ങിയിട്ട് എല്ലാം പരിഹരിക്കുന്നതാണല്ലോ ഉറപ്പ് കൊടുത്തത്. അങ്ങനെ ഒരു വാഗ്ദാനമായിരുന്നല്ലോ മുന്നോട്ട് വെച്ചത്. എന്നിട്ട് എത്ര പരാതികൾക്ക് പരിഹാരം കണ്ടെത്തിയെന്ന് പറ. കണക്ക് വേണമല്ലോ, കണക്ക് വെക്ക്. അങ്ങയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് അങ്ങയുടെ അഭിപ്രായത്തിൽ ഉത്തർപ്രദേശ് ആയിരിക്കും. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയെ യോഗി ആദിത്യനാഥ് ഈ അടുത്ത സമയത്ത് ഇത്തരത്തിലൊരു പര്യടനം നടത്തി. അവിടെ ലക്ഷക്കണക്കിന് പരാതിയാണ്. കേരളത്തിൽ നിന്നും ഉത്തർപ്രദേശിനെ കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ നിന്ന് ഒരു സംഘത്തെ അയച്ചല്ലോ. നിങ്ങൾ യു പിയിലേക്ക് പോകൂ. നിങ്ങൾ യു പിയിലേക്ക് പോയിട്ട് അവിടെ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, നേരിട്ട് മനസ്സിലാക്ക്.
അതെ, മനസ്സിലാക്കാൻ സാർ, അത് മനസ്സിലാക്കാൻ സാർ. അതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഏത് രംഗത്തും മികച്ച സംസ്ഥാനം എന്നുള്ള പുരസ്കാരം ആദ്യം കൊടുക്കുന്നത് കേരളത്തിനാണെന്നുള്ള കാര്യം അങ്ങേക്കറിയാമല്ലോ. ഏത് മേഖലകളിലും, സമസ്ത മേഖലകളിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ കൊച്ചു കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പുരസ്കാരങ്ങൾ നിഷേധിക്കാത്തത്? അങ്ങനെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമാണെന്ന് നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ, ഇത്തരത്തിലുള്ള ചാനലുകൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ BJPക്ക് കോപ്പ് കുത്തിയാണ് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഈ സംസ്ഥാനത്തെ എത്രമാത്രം മോശമാക്കാമോ അത്രമാത്രം വൃത്തികെട്ട സംസ്ഥാനമാണെന്ന് നിങ്ങൾ ഇത് മാധ്യമങ്ങളിൽ കൂടി വരുത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ പൊളിച്ചു നീക്കി കഴിഞ്ഞാൽ ഉടനെ അത് പിണറായിക്ക് കടന്നു വരാൻ അങ്ങനെയാണെങ്കിൽ എന്തിന് കുറ്റസമ്മതം നടത്തി സർക്കാർ അഭിഭാഷകൻ? ആ അഭിഭാഷകന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. ഇത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മതിൽ പൊളിച്ച് യാത്ര നടത്തുന്നു. കോടതി ചോദിക്കുമ്പോൾ അഭിഭാഷകന് പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി എന്ന് പറയേണ്ട ഗതികേടിലാണ് സർക്കാർ അഭിഭാഷകർ. അതിനുള്ള സാഹചര്യം ആരാണ് ഒരുക്കിയത്? യെസ്, അഡ്വക്കേറ്റ് മുജീബ്, ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, നവകേരള സദസ്സിൻ്റെ മറവിൽ ധൂർത്ത് നടത്തുന്നു. സ്കൂൾ മതിലുകൾ പൊളിച്ച് നവകേരള വണ്ടി ഇങ്ങനെ യാത്ര തുടരുകയാണ്, പ്രയാണം തുടരുകയാണ്. വൃക്ഷങ്ങൾ, മരങ്ങൾ ഒക്കെ മുറിച്ച് മാറ്റുന്നു. ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ ഈ പരിപാടി പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നു. ഇതിൻ്റെ പേരിൽ വ്യാപകമായിട്ട് പണപ്പിരിവ് നടത്തുന്നു, എല്ലാം നടത്തുന്നു. ഇന്ന് കോടതിയുടെ വിമർശനം പോലും ഉണ്ടായി. എന്തിനാണ് ഈ മതിലുകളൊക്കെ പൊളിക്കുന്നത് എന്ന് കോടതി പോലും ചോദിച്ചു. അഭിഭാഷകൻ്റെ മറുപടിയാണ് പറ്റിപ്പോയെന്ന്. എന്നിട്ടും ഇതിനെ ന്യായീകരിക്കുകയാണ്. എന്തോ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്ന രീതിയിലാണ് ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇതിനെ ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാനൊരു 2-3 മിനിറ്റായി ഈ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ്റെ വാദങ്ങൾ കേട്ട്. ഇങ്ങനെ വാസ്തവത്തിൽ എനിക്ക് ആശ്ചര്യവും ചിരിയും ഒക്കെ വന്നിരിക്കുകയായിരുന്നു. എൻ്റെ മിസ്റ്റർ മുജീബ് റഹ്മാൻ ആന മുക്കും അതുപോലെ ആട് മുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പിണറായി വിജയൻ എവിടെ കിടക്കുന്നു? നരേന്ദ്രമോദി എവിടെ കിടക്കുന്നു? നരേന്ദ്രമോദി ലോകം മുഴുവനും സഞ്ചരിച്ചു. അതുകൊണ്ട് നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ചതുകൊണ്ട് പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എന്താ കുഴപ്പമെന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ചു. നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ചതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട്, കയറ്റുമതി, വിവരമുള്ള ആൾക്കാരോട് ചോദിക്കുക, അവർ പറയും ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിച്ചു. 2013-2014 $472 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ കയറ്റുമതി. അത് 2022-2023 അത് $750 ബില്യൺ മാറി. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പം ഒരു മൊബൈൽ ഫോൺ ഒരേ ഒരെണ്ണമായിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിരുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയിൽ 2014 അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് എത്രയായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്ക്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് ഈ സമീപകാല ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ 1947 ശേഷമുള്ള സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് അത് ഭാരതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? നരേന്ദ്രമോദി ലോകം മുഴുവനും സഞ്ചരിച്ചതുകൊണ്ടാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പിണറായി വിജയൻ പോയതുപോലെ ലോകത്തുള്ള സകല ആളുകളെയും വലിയ വണ്ടി വിളിച്ച് അതിനകത്ത് കയറ്റി പട്ടിണി നടക്കുന്ന പാവപ്പെട്ടവനെ ചതിച്ച് അവൻ്റെ കൂടെ അതിൻ്റെ പിന്നാലെ 10-200 വാഹനങ്ങളായിട്ട് അങ്ങനെയല്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോകുന്നത്. ഈ നാട്ടിലെ TV പത്രക്കാരെ പോലും കൊണ്ടുപോകാറില്ല, ആകെ ദൂരദർശനെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. പണ്ട് പോയിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ പിണറായി വിജയനെയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെയും ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് വിഷമം തോന്നുക, കേൾക്കുമ്പോൾ വിഷമം തോന്നുക. എന്താണ് താങ്കളുടെ താരതമ്യത്തിൻ്റെ ഒരു ലെവല്? അവസാനം പിന്നെ അത് എത്തിച്ചേർന്നത് എവിടെയാണ്? അത് എത്തിച്ചേർന്നത് ആസാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയാണ്. അതിൻ്റെ കൃത്യമായ കണക്ക് ചോദിച്ചപ്പോൾ നമ്പ്യാർ ഒരു
സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടാണോ താങ്കൾ പോസ്റ്റ് ചെയ്തത് എന്ന ചോദ്യമാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? വസ്തുനിഷ്ഠമായ കണക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് കേൾക്കാം. പിന്നെ ആസാം അല്ലല്ലോ കേരളം, യു പി അല്ലല്ലോ കേരളം. 20 കോടി ജനങ്ങളുള്ള യു പി ആണ് കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു കേരളമാണ് എല്ലാ സ്ഥലത്തും ഒന്നാം സ്ഥാനം. സത്യം പറഞ്ഞാൽ കേരളം എല്ലാ സ്ഥലത്തും ഒന്നാം സ്ഥാനമാവണമെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ, ഞാനടക്കമുള്ള എല്ലാ ആളുകളും. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു റിപ്പോർട്ട്. അതെന്താ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട്? കേരളം ഒന്നാം സ്ഥാനത്താണ്. അതെന്തിൻ്റെ ഒന്നാം സ്ഥാനം എന്നറിയോ നിങ്ങൾക്ക്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യമേത്, സംസ്ഥാനമേത്? അവിടെ കേരളം ഒന്നാം സ്ഥാനമാണ്. ഹരിയാനയും പഞ്ചാബും ഒക്കെ ഉണ്ട് ഒപ്പം. അവിടെ കേരളം ഒന്നാം സ്ഥാനമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 1957 ഈ കേരളത്തിൽ EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന നെല്ല് എത്രയായിരുന്നു എന്ന് താങ്കൾക്കറിയോ? 1972 ഒരു കണക്ക് പ്രകാരം, ഞാൻ 57-ഒക്കെ വിടുക, 72 ഉൽപ്പാദിക്കപ്പെട്ടിരുന്ന ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 7.5 ലക്ഷം ടണ്ണ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ന് എത്രയാണ് ഉൽപ്പാദിപ്പിക്കുന്ന അറിയോ താങ്കൾക്ക്? 3.5 ലക്ഷം ടണ്ണാണ്. ഒരു വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് 40.5 ലക്ഷം ടണ്ണാണ്. ബാക്കിയൊക്കെ വരവാണ്. ഇനി വ്യാവസായിക മേഖല, ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷം, നിങ്ങൾ പറയുന്ന വലിയ പക്ഷമുണ്ടല്ലോ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കേരളത്തെ നയിച്ച പക്ഷങ്ങൾ, ആ പക്ഷം കേരളത്തിൽ ഒരു വ്യവസായശാലയുണ്ടോ ചങ്ങാതി? ഈ കേരളത്തിൽ ആകെ 3 വ്യവസായശാലയുള്ളൂ. ഒന്ന് കൊച്ചിൻ ട്രാവൻകൂർ, ഒന്ന് ടൈറ്റാനിയം, ഒന്ന് FACT. ഈ 3 കൊണ്ടുവന്നത് ആരാ? ഇടതുപക്ഷമാണോ? ഈ 3 കൊണ്ടുവന്നത് ഇടതുപക്ഷമാണോ? ഈ 3 കൊണ്ടുവന്നതും സർ CPI, ഇടതുപക്ഷംകാർ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ച സർ CPI. ഒരു സർവകലാശാല, കേരളത്തിൻ്റെ ഒരു സർവകലാശാല, കേരള സർവകലാശാല. ആ കേരള സർവകലാശാലയിൽ ഒരു ചാൻസലർ വേണം. ആര് വേണം എന്ന് ചിന്തിച്ചപ്പം ആൽബർട്ട് ഐൻസ്റ്റീനെ കേരളത്തിൻ്റെ സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലറോ ചാൻസലറോ ആയിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ച കാലമായിരുന്നു സർ CPIയുടെ. ഞാൻ സർ CPIയെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ AKG സെൻറ്ററിൽ ചായ എടുത്തു കൊടുക്കുന്ന ആളുകളെയും അടിച്ചു വാരുന്നവനെയാണ് ഈ വൈസ് ചാൻസലറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എഴുതാത്ത പ്രബന്ധങ്ങൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുകയും കട്ടെഴുതിയതിന് ഡോക്ടറേറ്റ് കൊടുക്കുകയും, അതുപോലെ തന്നെ അപ്പുറത്തിരുന്ന വാഴക്കൊല ഇപ്പുറത്ത് വെട്ടിവെച്ചപ്പം അതിന് ബാക്കി എല്ലാ അവാർഡും കൊടുക്കുന്ന അങ്ങേയറ്റത്തെ നാണം കെട്ട, വാസ്തവത്തിൽ നവകേരള സൃഷ്ടിയല്ല, നവകേരള സദസ്സുമല്ല, നാറ്റ കേരള, നാണം കെട്ട നാറ്റ കേരള സദസ്സാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ ജനങ്ങൾ എതിരുകയാണ്. അങ്ങേയറ്റത്തെ എതിർപ്പാണ് ജനങ്ങൾക്ക്. ഈ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടി കടിക്കുമെന്ന ഭയമില്ലാത്ത പോലെയാണ്. ഈ വലിയ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ചുറ്റുവട്ടത്തെ ജനങ്ങളുടെ ആക്രോശവും അവരുടെ വിഷമവും അവരുടെ വെറുപ്പും ഈ ആനപ്പുറത്തെ ഈ വലിയ ബസ്സിലിരിക്കുമ്പോൾ കാണില്ല, മനസ്സിലാവില്ല. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടി കടിക്കില്ല എന്ന ബോധമുള്ളത് കൊണ്ട്, ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ എന്ന ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളതുകൊണ്ട് സമീപത്ത് നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല മനുഷ്യന്. എനിക്ക് അത്ഭുതം തോന്നുക, ഈ മനുഷ്യന് ഈ സ്തുതി പാഠകന്മാരുടെ നടുവിലായി പോയോ ഇദ്ദേഹം? രാഷ്ട്രീയമായ വലിയ പാരമ്പര്യമുള്ള ആളല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ. സ്തുതി പാഠകന്മാർ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദമെല്ലാം നമ്മളെ പ്രകീർത്തിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന അല്പന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ശബ്ദങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം എന്നെ പ്രകീർത്തിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു അല്പത്തരത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയോ? എനിക്ക് അത്ഭുതമാണ്. ആർക്കും വേണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ അടക്കം റോട്ടിൽ കൊണ്ടു നിർത്തി, പൊരിവര വെയിലത്ത് കൊണ്ട് നിർത്തി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക. ശരി, ഞാനൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. കുട്ടികൾ ഇങ്ങനെ വെയിലത്ത് നിൽക്കുമ്പോൾ ഒന്ന് ബസ് നിർത്ത്, ഒന്ന് ഇറങ്ങി വാ, ആ കുട്ടികളുടെ കവിളിലൊന്ന് തട്, ആ കുട്ടികളെ ഒന്ന് ചിരിക്ക്, നമുക്കൊരു രസമുണ്ട്. പാവപ്പെട്ട ആളുകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പാവപ്പെട്ട കുടുംബശ്രീ ആളുകൾ, പാവപ്പെട്ട പട്ടിണിക്കാർ, അവർ പരാതിയുമായി വരുമ്പോൾ ഒന്ന് ചെല്ല് അവരുടെ അടുത്തേക്ക്. എന്താണ് നിങ്ങളുടെ പരാതി എന്ന് ചോദിക്ക്, അവരുടെ പരാതി ഒന്ന് മേടിക്ക്, അവരുടെ പരാതി ഒന്ന് വായിക്ക്.
ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെയല്ലേ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്? ഇതാരാണ് ഈ ഉപദേശം പറഞ്ഞു കൊടുത്തത്? പ്രശാന്ത് കിഷോറാണ് ഇത് പറഞ്ഞത് എന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കിയതും ഞാൻ കേട്ടതും. അപ്പോൾ ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ, ഇന്ത്യയിലെ വലിയ എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണെന്നാണ് പറയുന്നത്. ഇനി പ്രശാന്ത് കിഷോറാണോ അതോ അതിനേക്കാൾ വലിയ ഗോവിന്ദൻ കിഷോറാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നാട്ടിലെ ജനങ്ങൾക്ക് പുച്ഛമാണ് മിസ്റ്റർ അഡ്വക്കേറ്റ്. നിങ്ങൾ ഈ യാത്ര പോകുന്ന ആലുവയിൽ എത്തിയപ്പോൾ അവിടെ ഗ്യാസ് പാടില്ല. അവിടെ ഗ്യാസുകളെല്ലാം അടക്കണം, ചായക്കലകൾ അടക്കണം. ആലുവയിൽ നിന്ന് അത് കോട്ടയത്ത് എത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട്, ഞാനതിൻ്റെ പേര് മറന്നു, ഒരു പക്ഷേ അനിലിന് അറിയെങ്കിൽ അത് പറഞ്ഞോളൂ. പേര് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ പറയാം. അദ്ദേഹം ചോറ് സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് ചോറ് മേടിച്ച് ആ ചോറ് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ചോറിങ്ങനെ കളക്ട് ചെയ്ത് എന്നും സാധാരണ ആളുകൾക്ക് വിശക്കുന്നവർക്ക് ചോറ് കൊടുക്കുന്ന ഒരാളാണ് കോട്ടയത്തുള്ള. അപ്പോൾ ആ ചോറ് കൊടുക്കാൻ പോയ ആൾ അബദ്ധത്തിലൊരു കറുത്ത ഷർട്ട് ഇട്ടു. 2 പോലീസുകാരാണ് കൊണ്ടുപോയത്. അത് ആദ്യം ഒരു കറുകച്ചാൽ പോലീസുകാർ വന്ന് തൂക്കിയെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ വന്ന് തൂക്കിയെടുത്തിട്ട് പോയി. ചോദിക്കുമ്പോൾ എന്താ, ഇയാൾ കറുത്ത ഷർട്ട് ഇട്ടു എന്നാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ കറുത്ത കൊടയും കൊണ്ടുവന്നു, അയാളെ പിടിച്ചോണ്ട് പോയി. അല്ല, ഞാൻ ചോദിക്കണം, ഇക്കണക്കിന് മറ്റേ ശബരിമല അയ്യപ്പന്മാർക്ക് ഇങ്ങനെ ചെങ്ങന്നൂർ ആലപ്പുഴയിൽ എത്തിയെന്നാണ് കേട്ടെ. ആലപ്പുഴ എന്തോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശബരിമല അയ്യപ്പന്മാർ മുഴുവനും മറ്റേ മുണ്ടുരിഞ്ഞ് മാറേണ്ടി വരുമോ? ഇനി ശബരിമലയിലേക്ക് പോകുന്നവർ കേരളത്തിൽ നവകേരള സദസ്സ്, ഈ മനുഷ്യൻ്റെ ഈ വേഷം കെട്ട് സദസ്സ് ഉള്ളത് കൊണ്ട് കറുത്ത മുണ്ടുകൊടുക്കാൻ പാടില്ല എന്ന് വരുമോ? എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇനി അങ്ങോട്ട് തിരുവിതാംകൂറിലേക്ക് പോകുമ്പോൾ കറുത്ത മുണ്ടെടുക്കുന്നവരുടെ എണ്ണം കൂടും. ഇനി ഇയാൾ അയ്യപ്പന്മാരെ വഴി തടയോ? ഞാൻ ചോദിക്കുന്നത്, സാധാരണ മാർക്സിൻ്റെ ഒരു പ്രവചനമുണ്ട്, കാറൽ മാർക്സിൻ്റെ. ആ മാർക്സിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ, ഈ മുതലാളിത്തം എന്ന് പറയുന്നത് തകരാൻ വിപ്ലവമൊന്നും വേണ്ട. മുതലാളിത്തത്തിൻ്റെ ദുഷിപ്പ് കൊണ്ട്, അതിൻ്റെ ഭാരം കൊണ്ട്, മുതലാളിത്തത്തിൻ്റെ ദുഷിപ്പായിട്ടുള്ള ഭാരം കൊണ്ട് മുതലാളിത്തം സ്വയം തകരാനും സാധ്യതയുണ്ട് എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിലൊരു മുതലാളിത്ത കമ്മ്യൂണിസമാണല്ലോ കേരളത്തിലും ലോകത്തൊക്കെ ഇപ്പോൾ ഉള്ളത്. ഈ കേരളത്തിലെ ഈ പിണറായി ബൂർഷ തൻ്റെ സ്വയം ഭാരം കൊണ്ട്, ദുഷിപ്പിൻ്റെ ഭാരം കൊണ്ട് സ്വയം തകരുകാൻ അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രി നാട് നീള ജനങ്ങളെ വല്ലാതെ ദുരിതത്തിലയച്ച്, ജനങ്ങൾക്ക് ജീവിക്കാൻ പൈസയില്ലാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ബ്രെഡ് നിർത്തി, പാവപ്പെട്ടവർ കൊടുക്കുന്ന ബ്രെഡ് നിർത്തി, റോട്ടിൽ ആളുകളില്ല, സാധനം മേടിക്കാൻ ആളുകളുടെ കയ്യിൽ പൈസയില്ല, ഒരു സാധനം കൊടുക്കാനും പൈസയില്ല, ഒരു സാധനം മേടിക്കാനും പൈസയില്ല. 1600 രൂപയാണ് ആകെ കൊടുക്കുന്നത് പെൻഷൻ. അതിനുവേണ്ടി ആളുകൾ റോട്ടിലിറങ്ങി തെണ്ടുക. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ആനപ്പുറത്തിരുന്ന് പോവുക. താഴെയുള്ള ആളുകളൊക്കെ പട്ടികളാണെന്നുള്ള ധാരണയാണ്. ആ പട്ടികളൊന്നും കടിക്കില്ലല്ലോ. അതുകൊണ്ട് വേട്ടപ്പട്ടികളോട് പറഞ്ഞു, ഈ പട്ടികളുടെയൊക്കെ തല അടിച്ചു പൊളിച്ചോളാൻ. വേട്ടപ്പട്ടികൾ കയ്യിൽ കിട്ടുന്ന ചെടിച്ചട്ടിയും മരവടിയുമായിട്ട് അങ്ങനെ ആ താഴെ കഷ്ടപ്പെടുന്ന പട്ടികളെയൊക്കെ അടിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു കഷ്ടമാണ്. കുരയ്ക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല, ആരും എതിര് പറയാൻ പാടില്ല, കരിങ്കൊടി ഉയർത്താൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കറുത്ത ഷർട്ടിടാൻ പാടില്ല, ഗ്യാസ് കത്തിക്കാൻ പാടില്ല, ഹോട്ടലുകൾ തുറന്നിടാൻ പാടില്ല. ഇതെന്ത് മനുഷ്യനാ? ഇതെന്തോന്ന് വേഷം കെട്ട? ഈ വേഷം കെട്ട സദസ്സിൽ ആർക്കാണെന്ന്, ഇതിനോട് താല്പര്യം ആർക്കാ? 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങൾ കയ്യിലെ പൈസ ചെലവാക്കുക. അതല്ലേ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ എന്ന് എല്ലാവർക്കും അറിയാം. ഗോപാലകൃഷ്ണ കുറുപ്പ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ കുറുപ്പ് പ്രസിദ്ധനാണ്. അദ്ദേഹം ഇന്ന് സംസാരിച്ചത് എന്താ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി, വളരെ പ്രസിദ്ധനായിട്ടുള്ള നരേന്ദ്രൻ ജഡ്ജി, പഴയ നരേന്ദ്രൻ ജഡ്ജിയുടെ മകനാണ്. അപ്പോൾ ആ നരേന്ദ്രൻ ജഡ്ജി, അനിൽ കെ നരേന്ദ്രൻ, അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ മതിൽ പൊളിക്കുന്നത് വിഷയമായി വന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഈ പൊളിച്ചതൊക്കെ ശരിയാണോ, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞത് എന്താ? നേരത്തെ അനിൽ പറഞ്ഞു, ഈ കാര്യം സൂചിപ്പിച്ചു അനിൽ. എന്താ പറഞ്ഞത്? പറ്റിപ്പോയി എന്നാ. ഇത് പറ്റിപ്പോയി. അപ്പം ജഡ്ജി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ പൊളിക്കാനും നിങ്ങൾ തിരിച്ചു കെട്ടാനും ആരുടെ പൈസ ഉപയോഗിക്കുന്നേ? ഈ പൈസ ആരുടെയാ? ഈ സാധനം പൊളിക്കാനുള്ള പൈസ നാട്ടുകാരുടെ, തിരിച്ച് കെട്ടാനുള്ള പൈസ നാട്ടുകാരുടെ. ഇത് ആര് പറഞ്ഞിട്ടാ? എൻ്റെയും നിങ്ങളുടെയും ഈ ഇരിക്കുന്ന വക്കീലിൻ്റെയും ഒക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പൊളിച്ച് കെട്ടുന്നത്. ഈ ചങ്ങാതി ആരാന്ന വിചാരം?
ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം ആരാണെന്നാ വിചാരിച്ചങ്ങാതി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തൊരു കഷ്ടവാ. ഇത്രയും നാണം കെട്ട ഒരു ഭരണവും ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ജനസമ്പർക്കത്തിന് ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം എന്തായിരുന്നു? ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജനങ്ങളുടെ കയ്യിലുണ്ട്. സമ്പർക്കവും സംസർഗവും അനുവദിക്കില്ല. ശരിയല്ലേ അനിൽ നമ്പ്യാർ പറഞ്ഞത്? സമ്പർക്കവും സംസർഗവും അനുവദിക്കില്ല. എരമ്പും പ്രതിഷേധം കേരളത്തിൽ. എരമ്പും പ്രതിഷേധം കേരളത്തിൽ. ആ മനുഷ്യൻ, അദ്ദേഹം, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, എനിക്കൊരു താല്പര്യവുമില്ല കോൺഗ്രസിനോട്. പക്ഷെ അദ്ദേഹം 12.5 ലക്ഷം പരാതിയാണ് തീർത്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, കേരളത്തിലെ ജനങ്ങളുടെ പരാതി തീർക്കാനാണ് മുഖ്യമന്ത്രി അധികാരത്തിൽ, അല്ലാതെ സദസ്സിൽ വന്നിരുന്നിട്ട് ആരെങ്കിലും 4 തെറിയും പറഞ്ഞു പോകാനല്ല. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് തൊട്ട് ആലപ്പുഴ ജില്ല വരെയുള്ള നവകേരള സദസ്സ് എന്ന് പറയുന്ന ഈ നാറ്റക്കേരള സദസ്സിൻ്റെ ഔട്ട്കം എന്താ? ആ ഔട്ട്കത്തെക്കുറിച്ച് താങ്കളൊന്ന് സംസാരിക്കുക. ഏതെങ്കിലും 10 പരാതികൾ നിങ്ങൾ തീർത്തോ? ഏതെങ്കിലും നാട്ടിലെ ജനങ്ങളുടെ വിഷയം നിങ്ങൾ അവസാനിപ്പിച്ചോ? എന്തെങ്കിലും ഗുണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? നാട്ടിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം കൊടുത്ത് ഒരു പണിയും തൊഴിലുമില്ലാത്ത കുറെ മന്ത്രിമാരെ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. കൂമ്പാരമായി കിടക്കുക സെക്രട്ടേറിയറ്റിൽ പരാതികൾ. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണലും മന്ത്രിമാരുടെ മുമ്പിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് പരാതികളിൽ, ആയിരക്കണക്കിന് ഫയലുകളിൽ ഒരു തീർപ്പുമില്ല. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമാണ് എന്ന് പറഞ്ഞ ആളാണ് അധികാരത്തിൽ കയറുമ്പോൾ ഈ മുഖ്യമന്ത്രി. ഇപ്പോൾ ഒരു ഫയൽ എന്ന് പറഞ്ഞ ഒരു ജീവിതമല്ല. ഇപ്പോൾ എല്ലാ ഫയലുകളും എൻ്റെ ജീവിതത്തിന് താഴെയാണ്, എനിക്ക് താഴെയാണെന്ന് പറഞ്ഞ് ഈ മഹാരാജാവ് നടക്കുക. ധർമ്മപുരാണത്തിലെ OV വിജയന്റെ ആ പ്രജാപതി ഉണ്ടല്ലോ, ആ പ്രജാപതി, അയാളുടെ ദുർഗന്ധം, അയാളിൽ വമിക്കുന്ന ദുർഗന്ധം, ആ ദുർഗന്ധം ബാക്കി ആളുകൾ, അവരുടെ കൂടെ നടക്കുന്ന കിങ്കരന്മാർ സുഗന്ധമാണ്, സുഗന്ധമാണ്, ഇത് ദുർഗന്ധമല്ല സുഗന്ധമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയാ. പിണറായി വിജയന്റെ കാല് തൊടുന്നത് പാവനമാണ്. ആ മണ്ണ്, പിണറായി വിജയന്റെ കാല് തൊട്ട മണ്ണ് ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു പിലിഗ്രിം സെന്ററായിട്ട് മാറണം. ആ ബസ് അത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കണം. വാസ്തവത്തിലുണ്ടല്ലോ, കേരളത്തില് കാസർഗോഡ് മുതൽ ഈ പാറശാല വരെ ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ചാണകവെള്ളം തളിക്കുന്ന സദസ്സ് ഉണ്ടാവണം, ചാണകവെള്ള യാത്ര ഉണ്ടാവണം. എവിടൊക്കെയാണോ പിണറായി പ്രസംഗിച്ചത് അവിടെയൊക്കെ ചാണകം തളിച്ച് ശുദ്ധി ചെയ്യേണ്ടി വരും. അത്ര നാണം കെട്ട ദുർഗന്ധമാണ് ഈ സദസ്സിലൂടെ, ഈ നാറ്റക്കേരള നാണം കെട്ട സദസ്സിലൂടെ വാസ്തവത്തിൽ പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്. പൊരിവെയിലത്ത് കുട്ടികളെ നിർത്തുന്നു, സ്കൂളുകൾ ഇടിച്ചു പൊളിക്കുന്നു, അമ്പലത്തിൻ്റെ മതിൽ പൊളിക്കുന്നു, 5 പൈസയുടെ കാര്യവുമില്ല. എന്നിട്ടിങ്ങനെ നടക്കുക, ഈ മതം പൊട്ടിയ ആന നടക്കുന്ന പോലെ. നാണമില്ലേ എൻ്റെ വക്കീലെ? ഇവിടെ വന്നിരുന്നു, വക്കീലൊരു വക്കീലല്ലേ, ഞങ്ങൾക്ക് പോലും നടക്കടാ. ഇവിടെ വന്നിരുന്നു ഇങ്ങനെ ഇതിനെയൊക്കെ വല്ലാതെ ന്യായീകരിക്കാൻ. മോശം, തെറ്റാണെന്ന് പറയണം. അത് BJP ചെയ്താൽ ഞങ്ങൾ പറയും BJP ചെയ്തതും തെറ്റാണെന്ന്, കോൺഗ്രസ് ചെയ്താലും തെറ്റാണെന്ന് പറയണം. ഇതൊന്നും വലിയ ഗുണമുള്ള കാര്യമല്ല. അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ വാസ്തവത്തിൽ ചിരിയാണ് തോന്നിയത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.